പെട്ടെന്നാണല്ലേ 2025 കഴിഞ്ഞ് 2026 കടന്നു പോയത്. ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളും ഒരുപാട് മാറ്റങ്ങളും ഒക്കെ നമ്മളറിയാതെ ഉണ്ടായിട്ടുണ്ട്. എനിക്കിനിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ആളും ബഹളും ഒക്കെ തന്നെയാണ്. ആദ്യമൊക്കെ ഒറ്റയ്ക്കിരുന്ന് എത്ര തന്നെ ഇരുന്നാലും ബോറടിക്കാതെ എനിക്ക് എത്ര സമയം വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്കിരുന്നിരുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുറേ ആളുകളുള്ളതൊരു. കഴിഞ്ഞ പ്രാവശ്യത്തെ ന്യൂ ഇയർ ഞങ്ങൾ ഒറ്റയ്ക്ക് ആഘോഷിയെങ്കിലും ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിന് ഞങ്ങളെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളെ കൂടെപ്പിറപ്പ് തന്നെയാണ് കേട്ടോ. അത്രയും അടുപ്പത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ലബൂബയുടെ ഡാൻസും മറ്റ് കലാപരിപാടികളും ഒക്കെ തന്നെ ഉണ്ട്. ഇപ്രാവശ്യം ന്യൂ ഇയറിന് ബുർജ് ഖലീഫയിൽ പോകാമെന്ന് ആദ്യം പ്ലാൻ ചെയ്തെങ്കിലും റോഡ് ബ്ലോക്ക് ആയതിനാലും മെട്രോ നല്ല തിരക്കായതിനാലും ഞങ്ങൾ രണ്ടാമത് ഈ പ്ലാനിലേക്ക് എത്തിച്ചേരായിരുന്നു. ഇവിടെ ഫയർ ഷോ തുടങ്ങിയപ്പോൾ തന്നെ ആളുകളുടെ ആർപ്പുവിളിയും കൂവലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കുറേ ഫ്രണ്ട്സുകളുടെ കൂടെ ഒരുമിച്ചിരുന്ന് കുറേ നേരം സംസാരിച്ചിരിക്കുന്നതാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അനുവാണ് കേട്ടോ. ഞാനും എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരുന്നോളും. ഞാനങ്ങനെ പെട്ടെന്ന് അടുക്കുന്ന ഒരു പ്രകൃതമുള്ള ആളല്ല. പക്ഷെ അനുവായിട്ട് ഞാൻ പെട്ടെന്ന് സെറ്റായി. പിന്നെ നേരെ പോയത് നമ്മുടെ മെയിൻ പരിപാടിയിലേക്കാണ്, ഫുഡ് അടി. ഞങ്ങൾ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 3:45 ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും അവിടെ അത്രയും തിരക്കായിരുന്നു കേട്ടോ. ഒരു 1 hour ലാഗ് ഉണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സുഫിയാന്. ഞങ്ങൾ 3:45 ചെല്ലുമ്പോഴും അവിടുത്തെ തിരക്കിനെ കുറിച്ചാണ് കേട്ടോ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരെ പോയി ടേബിളിൽ ഇടം പിടിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ കുറച്ച് സമയങ്ങൾ ഫുള്ള് കോമഡി ആയിരുന്നു. അപ്പോൾ വന്ന പാടെ ഒരു മിൻലേമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴാണെങ്കിൽ മിൻറ്റ് ടീ ആയിപ്പോയി. അപ്പോവിൻ്റെ മിൻലേമ് വന്നപ്പോഴേക്കും അടുത്ത കോമഡിയെ സുഫിയാൻ ഓർഡർ ചെയ്ത ജിഞ്ചർ ടീ ആദ്യം കുറച്ച് ലൈറ്റായിട്ടാണ് അവന് കിട്ടിയെങ്കിലും പിന്നീട് തുരാ ജിഞ്ചർ ടീയോട് ടീ ആയിരുന്നു അവന്. അപ്പോഴേക്കും ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പൊട്ടിത്തെറിച്ച കോഴിയും പോത്തുംകാലും ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും കൈതച്ചക്കയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു പൈനാപ്പിളും ഒരു നെല്ലിക്ക എടുത്തു. അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴിയിലാണ് ഈ ടോയുടെ കൗണ്ടർ കണ്ടത്. അപ്പം മെല്ലെ ഒന്ന് ട്രൈ ചെയ്യാം എന്നൊന്നും മട്ടില്ല, ഒന്ന് ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് അപ്പുവിൻ്റെ ഭാഗ്യ പരീക്ഷണ ടെസ്റ്റും കൂടെ നടത്തുന്നുണ്ട് അക്കൂട്ടത്തിൽ. ആദ്യത്തെ തന്നെ അപ്പുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊരു ത്രില്ലായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതിലേറ്റവും കൂടുതൽ ഹാപ്പി ആയത് ആരാന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എൻ്റെ ചെറിയൊരു ന്യൂ ഇയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്.